സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വട്ടയപ്പം നമുക്ക് അരിപ്പൊടി കൊണ്ടും പച്ചരി കൊണ്ടും തയ്യാറാക്കാം. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞങ്ങൾ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് പച്ചരി കൊണ്ടാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത്. പിന്നെ ഇന്നത്തെ റെസിപ്പിയിൽ പച്ചരിക്ക് പകരം അതേ അളവിൽ അരിപ്പൊടി എടുത്താലും നല്ല പെർഫെക്റ്റ് വട്ടയപ്പം കിട്ടും. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള അരി കുതിർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല, നല്ല ഇനം പച്ചരി എടുത്താലും മതി. നമ്മൾ പാലപ്പമൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല ഇനം പച്ചരി. ഇത് 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുക. 4 തൊട്ട് 6 മണിക്കൂർ വരെ കുതിർക്കാം. അഥവാ നിങ്ങൾക്ക് അരിപ്പൊടി കൊണ്ടാണ് വട്ടയപ്പം തയ്യാറാക്കേണ്ടതെങ്കിൽ ഈ സമയത്ത് ഈ 1 കപ്പ് പച്ചരിക്ക് പകരം 1 കപ്പ് അരിപ്പൊടി എടുത്താൽ മതി. ഞാനിവിടെ എല്ലാ മെയിൻ ഇൻഗ്രീഡിയൻസും കപ്പളവിലാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ പകരം 1 ഗ്ലാസ് എടുത്താൽ മതി. ഇന്ന് ഞാനിവിടെ കപ്പി കാച്ചിയാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത്. കപ്പിക്ക് പകരമായിട്ട് ചോറോ അവലോ ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ ഷെയർ ചെയ്ത വട്ടയപ്പത്തിൽ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം ഷെയർ ചെയ്യുന്നുണ്ട്, അതിൽ അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കപ്പിക്ക് പകരം ചോറോ അവലോ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടും 1/2 കപ്പ് വീതം എടുത്താൽ മതി. അപ്പോൾ കപ്പി എത്രമാത്രം എടുക്കണം എന്നുള്ളത് തുടർന്ന് നമുക്ക് കാണാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പാലപ്പം, ഇടിയപ്പം, പത്തിരി ഇവയ്ക്കൊക്കെ വേണ്ടി നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന വറുത്ത അരിപ്പൊടിയാണിത്. അഥവാ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ കുതിർത്ത പച്ചരിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് കപ്പി കാച്ചിയെടുക്കുക. അരിപ്പൊടിയും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയത്തിന് ലോയ്ക്കും ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് കുറുക്കിയെടുക്കാം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇത് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരിപ്പൊടിയും വെള്ളവും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ ഇതിൽ ഫുള്ള് കട്ടകളായിരിക്കും. ഇത് വളരെ വേഗത്തിൽ തന്നെ കുറുകി കിട്ടും. ഇതിപ്പോൾ 2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അതിനു മുന്നേ ഇത് ഈ ഒരു പാകത്തിന് ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുറുക്കിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. ഇനി നമുക്ക് വട്ടയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെള്ളം വാർന്നു വെച്ചിരുന്ന 1 കപ്പ് പച്ചരി ഇടാം. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് അരിഞ്ഞ് കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ മിക്സി ചൂടായി പോകാതെ കുറച്ച് ഇൻ്റർവെൽസ് കൊടുത്ത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം കപ്പി കാച്ചിയതും പഞ്ചസാരയും കൂടി ഇട്ട് അരയ്ക്കുക. അത് നന്നായിട്ട് അരഞ്ഞ് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിലോട്ട് വരും. അതും മാറ്റിയിട്ട് തേങ്ങയിട്ട് അരയ്ക്കുക. തുടർന്ന് അരിയും അരച്ചെടുക്കുക. അവസാനം ഇവയെല്ലാം കൂടി ഒരു ബോളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് കപ്പി കാച്ചിയത് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കപ്പിക്ക് പകരം ചോറോ അവലോ ചേർക്കാം. അപ്പോൾ അവലാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം ചേർക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഈ കപ്പ് നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. വെയിറ്റ് 100 ഗ്രാംസ്. അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ, അതായത് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മാവ് അരച്ചെടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കുക. അടുത്തതായിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ജീരകം പൊടിച്ചാണ് ചേർക്കുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഫെർമെൻറ്റ് ചെയ്തിട്ട് ചേർക്കുന്ന ടൈപ്പ് ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ച് പൊങ്ങിയതിന് ശേഷം ചേർക്കുക. നമ്മളിവിടെ 1/4 ടീസ്പൂൺ ഈസ്റ്റേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പൊങ്ങി വരാൻ 6 തൊട്ട് 8 മണിക്കൂർ വരെ എടുക്കും. നിങ്ങൾക്ക് 3-4 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. വെള്ളത്തിന് പകരമായിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെയാണ് വെള്ളം ആവശ്യം വരുന്നത്. അപ്പോൾ അത് ഒന്നാകെ ചേർക്കരുത്. അപ്പോൾ ഇത് അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് അരച്ച് നോക്കി കൺസിസ്റ്റൻസി നോക്കിയിട്ട് കൂടുതൽ ചേർക്കുക. വെള്ളം ഏറ്റവും കൂടിയത് 3/4 കപ്പ് വരെ ഈ ഒരളവിന് ആവശ്യം വരത്തുള്ളൂ. ഇതൊരു 2-3 മിനിറ്റിലും ഒന്ന് അരച്ചെടുക്കണം, എങ്കിലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ 3 മിനിറ്റൊക്കെ ഒറ്റയടിക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ല, മിക്സി ചൂടായിപ്പോവും. അതുകൊണ്ട് ഇടയ്ക്ക് ഇൻ്റർവെല്ല് കൊടുത്ത് അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പും പിന്നെ എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കി ഉപ്പ്, മധുരം, മറ്റു പൊടികൾ ഇവയൊക്കെ ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഇനി ഇത് പൊങ്ങാനായിട്ട് അത്യാവശ്യം ചൂടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. 6 തൊട്ട് 8 മണിക്കൂർ വരെ എടുക്കും ഇത് പൊങ്ങി വരാൻ.
ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് തന്നെയാണ് അരച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. മാവ് ഈ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരണം, എങ്കിലേ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മധുരം കുറവുണ്ടെങ്കിലും ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് ഇളക്കിയാൽ മതി. അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ വനില എസൻസ് ചേർത്താൽ വട്ടയപ്പം വേവായി വരുമ്പോൾ നല്ല സ്മെല്ല് വരും. അപ്പോൾ ഈ മണം വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ചെക്ക് ചെയ്താൽ മതി, മിക്കവാറും കറക്റ്റായിട്ട് വേവായിട്ടുണ്ടാവും. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇത് പുഴുങ്ങാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാനിലാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണിത്. ഇതിൽ അടിഭാഗത്തും സൈഡിലുമൊക്കെ വെളിച്ചെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം വട്ടയപ്പം തയ്യാറാക്കി കഴിയുമ്പോൾ പാത്രത്തിലേക്ക് ഒട്ടും പിടിക്കാതെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. ഇനി വട്ടയപ്പം വേവിക്കാനായി ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. 2-3 കപ്പ് വെള്ളം മതിയാവും. വെള്ളം സ്റ്റാൻഡിന് താഴെ നിൽക്കുന്ന അളവിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ടിന്ന് വയ്ക്കാം. ഇപ്പോൾ ടിന്നിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം വെച്ചാൽ ഇതിനകത്തോട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ടിന്ന് ആദ്യം പാനിൽ ഇറക്കി വെച്ചിട്ട് വേണം അതിലേക്ക് ബാറ്റർ ഒഴിക്കാൻ. ഇതിലേക്ക് ബാറ്റർ മുഴുവൻ ഒഴിക്കുവാണ്. ഒരു വലിയ വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഹൈറ്റുള്ള പാനാണെങ്കിൽ അത്രയും മതിയാവും. ഒരു 1.5-2 ഇഞ്ച് ഹൈറ്റ് വട്ടയപ്പത്തിന് വരത്തുള്ളൂ. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ആദ്യം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. 35-40 മിനിറ്റ് വരെ എടുക്കും ഇത് വേവായി കിട്ടാൻ. ഞാനിവിടെ ബാറ്റർ മുഴുവൻ ഒരുമിച്ച് ഒഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമ്മുടെ പാനിൻ്റെ സൈസും നമ്മൾ ഒഴിക്കുന്ന ബാറ്ററിൻ്റെ അളവും അനുസരിച്ചാണ് കുക്കിംഗ് ടൈം മാറുന്നത്. അപ്പം വേവായോ എന്ന് ഒരു സ്ക്യൂർ കൊണ്ട് സെൻറ്ററിൽ കുത്തി നോക്കി അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. എനിക്കിവിടെ ഒരു 40 മിനിറ്റിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേവായെങ്കിലും ചെറിയൊരു ഒട്ടൽ പോലെ കാണും. അത് തണുത്ത് കഴിയുമ്പോൾ ഡ്രൈ ആയി വരും. അപ്പോൾ ഉള്ളു പാകത്തിന് വേവായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനി പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിരുന്നത് കൊണ്ട് ഈസി ആയിട്ട് വിട്ടുപോരും. അപ്പോൾ ഇത് കമഴ്ത്തിയെടുക്കാൻ സൈഡ് വിട്ടു പോരുന്നില്ലെന്ന് തോന്നിയാൽ ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു വിട്ടാൽ മതി. ഞാനിവിടെ ഒരു സ്പാറ്റില കൊണ്ടൊന്ന് വരഞ്ഞു വിട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ വട്ടയപ്പം കിട്ടി. ഇത് നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ കാഷ്യൂസ്, ഉണക്കമുന്തിരി, ചെറിയവയൊക്കെ വെക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പകുതി വേവാകുമ്പോൾ വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അകമൊക്കെ നല്ല എയർ ബബിൾസൊക്കെ കയറിയിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വട്ടയപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ശർക്കര കൊണ്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.